Assalamualaikum, welcome to my channel. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര തിരക്കിലായിരിക്കും അല്ലേ, സ്കൂൾ തുറക്കാനല്ലേ. അവർക്ക് എല്ലാവരും പുറത്തൊക്കെ പോകാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള എല്ലാവരും ഭയങ്കര തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് എന്താ പറയുക, ബാക്ക് പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രിപ്പറേഷൻ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഷോപ്പിംഗ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകാനല്ലോ അങ്ങനെ പറഞ്ഞിട്ട് എടുത്ത സാധനങ്ങളെ അല്ല, അധികം എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതെങ്കിലും എടുക്കുന്നത് വെച്ചിട്ടാണ് എല്ലാം കൊണ്ട് പക്കറ്റിയും കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം എൻ്റെ എമ്മൻ്റെ ബാഗെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ബാഗൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതാണെങ്കിൽ കുറേ ബുക്കുണ്ട്. ഈ ബുക്കിൽ കണ്ടിലേ കളറുകൾ. ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തോന്നുന്നു ഒരു എത്ര എണ്ണം, ഒരു 9 എണ്ണം ഉണ്ടാവും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കെല്ലാം ബാഗിൽ എടുത്ത് പുറത്തേക്കിടാന്നല്ല, നമുക്ക് പുറത്തേക്ക് നോക്കാം. നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ഒരു കോള് വരുന്നുണ്ട്. ഒരു മിനിറ്റ് കാശ്, അതൊരു കോള് വന്നുകൊണ്ടാണ് അത് വീഡിയോ കട്ടായിപ്പോയി. സാറല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. കുറേ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ബൈൻ്റെ അടുത്ത് ഒരു 2 ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ക്ലിപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് പ്രിപ്പറേഷൻ അങ്ങനെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. വലിയൊരു ഇതായിരുന്നു ഇത് എടുക്കാൻ പറ്റില്ല. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഹിന്ദി എനിക്കൊരു ചുക്ക് അറിയില്ല. ഞാൻ ഏത് സ്ഥലത്ത് പോയാലും പറയുമ്പോൾ എനിക്കൊരു ഹിന്ദി ചുക്ക് അറിയില്ല. കുറച്ച് വായിക്കാനറിയാം, കുറച്ച് എഴുതാനും ഇങ്ങനെ അർത്ഥം ബേസിക് സയൻസ് ഒക്കെ നമുക്ക് ബേസിക്സിനൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടാകും. ഇംഗ്ലീഷൊക്കെ ഭയങ്കര എനിക്ക് എല്ലാം എപ്പോഴേ കിട്ടും. അതിൽ ഏതാ മലയാളം ഫസ്റ്റ്, കേരള പാഠങ്ങൾ. വിദ്യ കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ബുക്കാണിത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എല്ലാവരും സ്കൂളൊക്കെ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അത് നമുക്ക് ഏതൊരു പാഠം ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യണം. അത് അതിൽ കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതാണെങ്കിൽ നമ്മളുടെ സോഷ്യൽ സയൻസ് എനിക്ക് അത്യാവശ്യം എനിക്ക് സോഷ്യൽ സയൻസ് നല്ല മാർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അടിസ്ഥാന പാഠം മലയാളം സെക്കൻഡ് ഇയർ, ഇതിൽ എനിക്ക് കുറച്ച് ടഫ് വെച്ച് കഴിഞ്ഞാൽ ടഫ് അങ്ങനെ ആയിട്ടില്ല. എന്ന് ചില സമയത്ത് എനിക്ക് മാർക്ക് കുറയേണ്ടത് അവിടെ നിന്ന് ഓർമ്മയില്ല. പിന്നെ ഏതെന്ന് വീട്ടിൽ പറയാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി ബുക്കിൽ എനിക്ക് എപ്പോഴും A ആണ്, കഴിയില്ല. പിന്നെ ഇത് മാത്തമാറ്റിക്സിൽ എനിക്ക് എല്ലാം അറിയാം കേട്ടോ. അത്ര നോട്ടുണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 ഗായ്സ്. അതൊന്നുമില്ല ഗായ്സ്, അത് ചെറിയൊരു എന്തൊരു വീഡിയോ പെട്ടെന്ന് കട്ടാണ് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഇത് എത്ര നമുക്ക് കൗണ്ട് ചെയ്തില്ലേ? 9 എണ്ണം ഉണ്ടെങ്കിൽ 9 അല്ലേ, 9 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഗായ്സ്. ഓക്കെ, കുറച്ച് നിൽക്കുന്നത് ഓക്കെ. 9 ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് നോക്കാം. ഇത് ഒരു വരയിടാത്ത 100 പേജിൻ്റെത്, ഇത് വരയിട്ട് 200 പേജിൻ്റെത്, ഇത് വരയിട്ട് 200 പേജിൻ്റെത്, ഇതും വരയിട്ട് 200 പേജിൻ്റെ തന്നെ, ഇത് വരയിടാത്ത 100 പേജിൻ്റെ, ഇത് വരയിടാത്ത 200 പേജിൻ്റെ, ഇത് വരയിട്ട് 200 പേജിൻ്റെ, വരയിടാത്ത 200 പേജ്, വരയിട്ട 100 പേജ്, വരയിട്ട 100 പേജ്, പിന്നെ വരയിടാത്ത 200 പേജ്. അങ്ങനെ എത്ര നോട്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 ബുക്ക് ഉണ്ട്. അപ്പോൾ 9 ബുക്ക് എന്തിനാണ് 9 ടെക്സ്റ്റ് ബുക്ക് എന്തിനാണ് 11 ബുക്ക്
ഇങ്ങനെ അത്യാവശ്യം ഇപ്പം നമുക്ക് ഹിന്ദിക്ക് വേറെ ഇങ്ങനെ ഇത് പഠിക്കാനല്ല നമുക്ക് ഹിന്ദിക്ക് ഉപയോഗിക്കില്ലേ, പിന്നെ നമുക്ക് വേറെ അങ്ങനെ ഓക്കെ. അങ്ങനെ അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്രാം ക്ലാസ്സിലേക്കാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത് നമുക്ക് എന്തെടുക്കാം? അങ്ങനെ കുറേ സാധനമൊന്നും വാങ്ങിച്ചിട്ടാണ്, പക്ഷേ വാങ്ങിച്ചതെല്ലാം ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോ ഇങ്ങനെ ഉള്ള സ്റ്റിക്കറില്ല, അത് എൻ്റെ കസിൻ്റെ അടുത്ത് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ ഒരു ഷോർട്സിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. എന്താണ് നിങ്ങൾക്ക് തുടങ്ങിയില്ലേ എന്നൊക്കെ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമല്ലേ. ഞാനിപ്പം എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആ സ്റ്റിക്കറും കൂടി വന്നാൽ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പറഞ്ഞൊരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറാണ് അധികം, ഡോമക്സിൻ്റെ കളറിനാണ് ഞാൻ അധികം വാങ്ങാറ്, എക്സ്ട്രാ ലോങ് വാക്സ് ക്രേ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ 30 അല്ലേ, ഈ 30 ഞാൻ, പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് 6-8 ക്രയോൺ എനിക്കൊരു കൊല്ലം വേണം. എനിക്ക് എന്തിനാണ് 6-8 ക്രയോൺ? ഇപ്പോൾ ഇതൊരു മാസം കൊണ്ട് കാണാം, അങ്ങനെയുള്ളൊരു ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ആയതുകൊണ്ട്, പക്ഷെ ഞാൻ എപ്പം ആദ്യം വാങ്ങാൻ ഡോമക്സിൻ്റെ എക്സ്ട്രാ ലോങ് ആണ്. ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാറുണ്ട് ഇങ്ങനെ കട്ടാകുന്നുണ്ട്, എന്തെന്ന് അറിയാം, ഒറ്റക്കന്നെ ഇങ്ങനെ സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ ലോങ് വാക്സ് ക്രയോൺ, ഇതാണ് ഞാൻ എപ്പോൾ വാങ്ങാം. എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ബ്രില്യൻ കളേഴ്സ്. ഇതിൽ സിൽവറിൻ്റെ ഒരു കളർ ഇൻസൈഡ് ദിസ് ബാക്ക് 1 സിൽവർ ക്രയോൺ ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇത് നമ്മൾ സിൽവർ കൂട്ടാതെ ഇതിൽ 12 ഷെയ്ഡാണ് കേട്ടോ വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്മൂത്താണ്. അത്ര ഇതിൽ ഏതൊക്കെ കളറുണ്ട്? ബ്ലാക്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, നമ്മളെ കട്ടിപ്പച്ചല്ലേ അതുണ്ട്, പിന്നെ ഇളപ്പച്ചുണ്ട്, ബ്രൗൺ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച്, ലൈറ്റ് പീച്ച്, യെല്ലോ, പിങ്ക്, സിൽവർ ഗ്ലിറ്റർ ഉണ്ട്. അതൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ആ ഒരു സ്മൂത്ത്നെസ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടത്. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ കുറേ ഇട്ടം വാങ്ങുന്നത് എല്ലാം 30 അല്ല കേട്ടോ, കുറേ ഇട്ടം വാങ്ങുന്നത് 10 വാങ്ങാറ്. അടുത്തത് നിങ്ങൾക്ക് ഏത് കളറാണ് വാങ്ങുക? നിങ്ങൾക്ക് അറിയില്ല. ഞാൻ എപ്പോഴും അധികം ഇതാണ് ഡോമക്സിൻ്റെ തന്നെയാണ് ഞാൻ കളർ പെൻസിൽ വാങ്ങുന്നത്. എനിക്ക് കളറില്ല, പിന്നെ ഞാൻ വേണ്ടൊരു കളർ പെൻസിൽ. പക്ഷേ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് കളർ പെൻസിലായിരിക്കും 2-3 തവണ ആക്കിയിരുന്നു. പക്ഷേ എനിക്ക് എല്ലാം വേറെ വാങ്ങാനുണ്ട്. നിർബന്ധമുള്ളൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ ഡോമക്സിൻ്റെ തന്നെയാണ് ഞാൻ കളർ പെൻസിൽ വാങ്ങിച്ചത്. ഞാൻ കളർ പെൻസിൽ ഡോമക്സിൻ്റെ അല്ല, സാധാരണ ബോട്ടിലാണ് വാങ്ങുന്നത്. പക്ഷേ ഡോമക്സിൻ്റെ തന്നെയാണ് ആ ബോട്ടിൽ വാങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ബോട്ടിൽ കിട്ടിയില്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. ഇതിന് ഇൻക്ലൂഡ് 1 ഷാർപ്നർ ഇൻസൈഡ് ദിസ് പാക്ക്. ഇത് ഫ്രീ ഒന്നുമല്ല, അത് എല്ലാത്തിനും ഉണ്ടാവും. പ്ലാസ്റ്റിക്കാണ്. ഇത് ഏതെങ്കിലും കളർ വരുന്നുണ്ട്. ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അതൊന്നും കുഴപ്പമില്ല. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഓക്കെ, അതിനുള്ള പോലെ തന്നെയാണ്. പക്ഷെ അതിൽ ഒരു എക്സ്ട്രാ ഗ്ലിറ്ററിന് നമുക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ കുത്തിക്കയറ്റി കൊടുത്തു. എനിക്ക് തോന്നുന്നു കളർ പെൻസിൽ ഞാൻ അധികം ബോട്ടിൽ വാങ്ങാം. ഒരു പെൻസിൽ 2 കളർ ഉണ്ടാകും, അതില്ല ചെറുതല്ല, ഐ മീൻ ചെറിയ ഇത് അത് ഞാൻ അധികം വാങ്ങല്. നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ സ്കെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ 15 രൂപയുടെ, ഇത് 20 രൂപേൻ്റെ, 15 രൂപേൻ്റെ ഡോമക്സിൻ്റെതാണ് ഞാൻ വാങ്ങുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കളർ പണിട്ടത്. ഇത് 15 മിനീസ് പെൻസിൽ ബ്രൈറ്റ് കളേഴ്സ് ഈസിലി വാഷ് എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. കളറപ്പിൻ്റെ ആണ്. നമുക്ക് ബാക്കിൽ നെയിം ഗ്ലാസ് ഒക്കെ നല്ല
എൻ്റെ പേര് ക്ലാസ്സിൽ ഓക്കെ. നമുക്ക് ഇതിന് 20 രൂപ, മുന്നേ ഇതിന് 15 രൂപയുണ്ട്. പൈസ കൂടിയതാണ് ഡൗട്ട്. നമുക്ക് തുറന്നു നോക്കാം. ചന്ദ്ര കളറുണ്ട് പറഞ്ഞു ഞാൻ. ഇത് നമുക്ക് നമ്മൾ വേറെ അതിൽ രണ്ടിലും കണ്ട പച്ച ഉണ്ടെങ്കിൽ വേറെ ഒരു പച്ച ലൈറ്റ് പച്ച തന്നെയാണ്, പക്ഷെ അത് രണ്ടിലും കണ്ട പച്ചല്ല, വേറെ പച്ച തന്നെയാണ്. പിന്നെ ഇതൊരു പിങ്ക്, എന്താ പറയുക, എനിക്ക് തന്നെ കളറില്ല, അതിന് പുൽശ്ശേരി എന്നാ പറയാം, പുൽശ്ശേരി കളർ നമ്മളതിന് പറയാം. പിന്നെ ഇതാണ് ഇഷ്ടം, ഇതാ നമ്മൾ എല്ലാ ബാക്കി രാസിലുണ്ട് ലൈറ്റ് പച്ച, പിന്നെ കട്ടിപ്പച്ച. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൂടി മാത്രം ഈസിലി വാഷബിൾ പറഞ്ഞാൽ ശരിയുണ്ട്. ഇപ്പം നമ്മൾ വരച്ചാൽ നമ്മളെ കൈ കൊണ്ട് തന്നെ ഇതാ പോയി. അത് നല്ലൊരു കാര്യം തന്നെ സാധാരണ സ്കെച്ചിൻ്റെ കാര്യം. പിന്നെ ഇത് ഓറഞ്ച്, റെഡ്, പീച്ചാണ്, പക്ഷെ നമ്മളെ കയ്യിലായ കാണില്ല. പിന്നെ ഒരു ഷെയ്ഡ്, ഒരു ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന കളറാണിത്. ഇപ്പം ഞാൻ തന്നെ അത് കൊട്ടാക്കിയത്, ഇത് വീഡിയോ കൊട്ടാക്കിയത് എൻ്റെ സ്കെച്ച് കൊണ്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ, ആകാശ നീല പറയുന്നത്, അത് ഈസിലി വാഷബിൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ബ്ലാക്ക്, ബ്രൗൺ, യെല്ലോ, വയലറ്റ്, ഇത് അത് കണ്ടതെന്ന് വെച്ചൊരു എന്താ പറയുക, ഇതൊരു ഈ കളർ, ഇതാണ് ശരിക്കും പിങ്ക്. ഇതൊരു പേർപ്പിൾ വയലറ്റ്, ആ ഒരു ഇതിൽ വരുന്നൊരു ഇതാണ്, ഇതാണ് ശരിക്കും പിങ്ക്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ദൂരെ കാണുമ്പോൾ റെഡ് പോലെ ഉണ്ടാവും, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് എനിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഒരു സിപ്ലോ കവർ പോലെയാണ്. ഓക്കെ, അതൊക്കെ ഇട്ട് വെച്ചു. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരു പുറത്ത് പോകണ്ട, ഇത് ചിലപ്പോൾ കീറി പോവായിരിക്കും, പക്ഷെ ഇത് അത് കീറുമായിരിക്കും, പക്ഷെ പെട്ടെന്നൊന്നും കീറില്ല. എനിക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ എളുപ്പമായ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ ഒരു എന്താ പറയുന്നത്, കട്ടർ എന്നല്ലോ, ക്ലാസിക് കട്ടർ 9 സെൻറ്റിമീറ്റർ, അതിന് ഒരു 10 രൂപയുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്വാളിറ്റി. ഇതൊക്കെ എല്ലാം തിക്കണതാണ്. ഇതിൻ്റെ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അത്യാവശ്യം നമ്മളിപ്പം ഒരു എന്തെങ്കിലും ഇപ്പോൾ ഒരു ആർട്ട് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യായിരിക്കും നമ്മൾ. നമുക്ക് അതിൻ്റെ നടുഭാഗത്തിലൊരു സർക്കിൾ ഇടാൻ, അല്ലെങ്കിൽ ഒരു ലവ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ എന്തെങ്കിലും ഇടാൻ. അപ്പം നമുക്ക് കത്രി കൊണ്ട് മുറിക്കാൻ കുറച്ച് പാടാണ്. അപ്പം എനിക്കിത് കുറച്ച് യൂസായെന്ന് തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. നമുക്ക് തിരിച്ച് തന്നെ ഇട്ടെടുക്കാം. ഇവിടെ ഭയങ്കര ടൈറ്റാണ്. ഓക്കെ, അതൊക്കെ പിന്നെന്താ, സീസർ, ഒരു കുഞ്ഞ് സീസറാണ് എനിക്ക് തോന്നി. കുഞ്ഞ് സീസർ മതി എന്ന് തോന്നി. അതുകൊണ്ട് ഒരു കുഞ്ഞ് സീസറാണ് വാങ്ങിച്ചത്. ഞാൻ കാണിച്ചത് ഇതൊരു കുഞ്ഞ് കത്രികയാണ്. ഇതിന് നമുക്ക് ക്യാരി ചെയ്യാൻ നമ്മളിപ്പം ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ബാഗിൽ ഇങ്ങനെ ഇട്ടു, ഇപ്പം ഞാൻ കവറിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് നമുക്ക് ഇതിങ്ങനെ ആകുമ്പോൾ സാധ്യത നമ്മൾ ഏതെങ്കിലും സാധനം കീറുക അല്ലെങ്കിൽ ബുക്ക് എന്തെങ്കിലും കുത്തി കയറാൻ സാധ്യത. അപ്പം അതിന് നമുക്ക് യൂസ്ഫുള്ളായിട്ട് കണ്ടില്ല.
ഊരാനും നല്ല എളുപ്പമാണ്. ഓക്കെ, പിന്നെ തിരിച്ചു വെക്കാം. ഞാൻ സാധാരണ കത്രിക വാങ്ങാൻ ഒരു മഞ്ഞ കത്രിക ഉണ്ട്, ബട്ട് ഇപ്പോൾ അതിൻ്റെ മൂർച്ച പോയൊരു ഡൗട്ട്, അതുകൊണ്ട് ഞാൻ കത്രിക വാങ്ങിച്ചു. ഞാൻ സാധാരണ ഇതൊന്നും എല്ലാം ഒഴിച്ച് ഇടഞ്ഞു നോക്കി ഒന്നും കൊണ്ടുപോയില്ല. എന്താ കൊണ്ട് പോയത് എന്തിനും ഒരു ആവശ്യം ഉണ്ടായില്ല, ഇങ്ങനെയും വാങ്ങിച്ച് കൊട്ടുക. ഇത് കോമ്പസ് ബോക്സ്, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്. എൻ്റെ ബോക്സ് ഇപ്പം നോക്കി നല്ല പുതിയതുപോലെ ഉണ്ടാവും, പക്ഷെ അതിനുള്ളിൽ കാലിയാണ്. ഒരു സാധനം ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു പൊട്രാക്ടർ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് പൊട്രാക്ടർ ഉണ്ട്. ബാക്കി തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് മാഗ്നറ്റിക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒട്ടിക്കാൻ പറ്റിയ ഒരു അയൺമാൻ സ്റ്റിക്കറാണ്. ഇത് തോറിൻ്റെതാണ്, ലവ് ആൻഡ് തണ്ടർ. ഇതുണ്ടോ, മാഗ്നറ്റിക്. നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് തോറിൻ്റെ മുഖത്ത് വെച്ച് കൊടുക്കാം. ഹായ്, തോറ് മാറി അവിടെ അയൺമാനുണ്ട്. തുറന്ന് നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ ഇതിൽ കോമ്പസ് ബോക്സ് മാത്രമേ ഉള്ളൂ. സോറി, കോമ്പസ് ബോക്സ് അല്ല, കോമ്പസ് മാത്രമേ ഉള്ളൂ. ഇത് എനിക്കിപ്പോൾ ഡിവൈഡറിൻ്റെ ആവശ്യം. നമുക്ക് ഡിവൈഡർ ആണെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ഊരിയിട്ട് നമുക്കൊരു സാധനം കിട്ടും. ഇതിൽ ഈ ഒരു സാധനം കിട്ടും. നമുക്കിങ്ങനെ ഇവിടെ ഈ സെറ്റ് വെച്ചു. ഡിവൈഡർ ഈസ് റെഡി. ഡിവൈഡർ റെഡി. പക്ഷെ എനിക്ക് ഡിവൈഡറിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ തിരിച്ചു വയ്ക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോമ്പസിൻ്റെ ഇത് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടെന്നൊരു ഡൗട്ട്. എന്താ എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നു മറ്റേ സാധനമാണ്. പക്ഷെ മറ്റേ സാധനം ഉണ്ട്. ഒരു ക്യാപ്പ് പോലെ ഉണ്ടല്ലോ എൻ്റെ മേത്ത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ക്ലാസ്മേറ്റിൻ്റെ ബോക്സാണ്. ഒരു സ്കെയില് കാണിച്ചാലും പുറത്തൊക്കെ ഒരു പൊട്രാക്ടർ. ഞാൻ എന്താ പറയുക, ചെറിയ സെറ്റ് സ്ക്വയർ അല്ല, കുള്ളനും നീളനും നമ്മളെന്ന് പറയാം. ഓക്കെ, അതുണ്ട്. പിന്നെ ഒരു ക്ലാസ്മേറ്റ്സിൻ്റെ ഇറേസർ ആൻഡ് ഒരു ഷാർപ്പനർ. ഇതൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഹാഷ് കളർ വരുന്ന ഒരു ബ്ലൂ ഹാഷ് ഇതിലൊരു പെൻസിലുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഇത് റീസെറ്റ് ചെയ്യാം ഗൈസ്. നമുക്കിത് വെച്ച് കൊടുക്കാം. എനിക്ക് തിരിച്ച് വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ടാസ്ക്. അപ്പോൾ എടുത്തിടാൻ ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നു. ഗൈസ്, എനിക്കൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. തിരിച്ച് അയ്യോ, എന്താണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതിലൊക്കെ കയറി പോകുന്നുണ്ട്. ഇത് ഈലയും പോകുന്നുണ്ട്, ഇത് ശരിക്കും ഈലയും പോകാമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ വെട്ടി പൊളിച്ചതാണ് ഇവിടെ. ശരി, ഓക്കെ. ഇത് ശരിക്കും എന്താ പറയുക, ഒരു കോമ്പസ് ബോക്സിലാണല്ലോ കോമ്പസ് ഉണ്ടാവാറ്. ഒരു കോമ്പസ് ഉണ്ട്, ഒരു ഡിവൈഡർ ആമുണ്ട്, ഒരു സെറ്റ് സ്ക്വയർ 45ഉം 60ഉം, പിന്നെ സ്കെയിലുണ്ട്, പൊട്രാക്ടർ ഉണ്ട്, പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ, 2 അവഞ്ചേഴ്സും സ്റ്റിക്കർ ഉണ്ട്. എൻ്റെ ഒരു സ്റ്റിക്കർ അവിടെയാണ്. അപ്പോൾ അത് പിന്നെ കാണിച്ചത് അതുണ്ട്. പിന്നെ ഒരു ക്യാമലിൻ പശ എനിക്ക് തോന്നുന്നു എനിക്ക് ആവശ്യമാണ്. ഞാൻ അല്ലാതെ ഇങ്ങനെ പശ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഈ ക്യാമലിൻ്റെ ഒരു 20 രൂപയുടെ പശ ഉപയോഗിക്കുന്നത് എനിക്ക് പോരാ ശരിക്കും പറഞ്ഞാൽ. ഇനിയും വാങ്ങും. ഓക്കെ, അങ്ങനെ ഒരു പശ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഫെവിക്കോൾ അധികം വാങ്ങാറ്. ക്യാമലിൻ്റെ ഞാൻ വാങ്ങാറില്ല. ഇത് വൈറ്റ് ഗ്ലൂ, ഞാൻ ഫെവിക്കോളാണ് അധികം വാങ്ങാറ്. സ്ട്രോങ് ബോണ്ട് ഐഡിയൽ ഫോർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും അറിയില്ല ഗൈസ്. പിന്നെ നമ്മുടെ ബോക്സ് എൻ്റെ ബോക്സ് എങ്ങനെ നിങ്ങൾ കിട്ടും.
ഇത് ഓഫറിൽ വാങ്ങിച്ചതാണ് നമ്മൾ ബാർബി മിക്കി മാസം. എനിക്ക് എനിക്ക് 2 ബോക്സിൽ കുട്ടിക്ക് 2 ബോക്സിൽ സംഭവിച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ല. എല്ലാ ബോക്സിലും ഇത് കൊടുത്ത് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുക, ഇപ്പം അത് കീറും, എത്ര കൊള്ളിലാണ് എൻ്റെ പൊട്ടും കീറും, അങ്ങനെ കുറേ പ്രശ്നമുള്ള ഒരു പൗച്ചാണ് എൻ്റെത്. അപ്പം ഇതാണ് ഞാൻ ക്യാഷ്വലായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ എടുത്തു പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഗ്ലാസ് ജെൽ, ഒരു പെന്നുണ്ട്, ജെൽ പെന്ന്. എന്നുവെച്ചാൽ നമുക്ക് പ്രധാന കാര്യങ്ങൾ കഴിയുമ്പോഴൊക്കെ ഞാൻ സാധാരണ വേറെ സ്കെച്ചാണ് ഉപയോഗിക്കാറ്, പക്ഷെ ഇത് നമുക്ക് പാടത്തിൻ്റെ പേര് ഡ്രസ്സല്ലേ അങ്ങനെ. പിന്നെ ഞാൻ പോക്കറ്റ് റോക്കറ്റിൻ്റെ പെന്നാണ് വാങ്ങിച്ചത്. സാധാരണ ഞാൻ ഫ്ലെയറാണ് വാങ്ങുന്നത്, പക്ഷേ പ്രശ്നം പോക്കറ്റ് റോക്കറ്റിൻ്റെ 2 പെന്ന് വാങ്ങിച്ചു. പിന്നെ ഒരു ഇറേസർ, പേരിൽ എഴുതിച്ചു, ഒരു സ്കെയില്, പെൻസിൽ, ഷാർപ്നർ ആഴയിടുള്ളതാണ്. ഇത് ഞാൻ ക്യാഷ്വലായിട്ട് നമ്മളിപ്പോൾ എന്തായാലും കൊണ്ടുപോകില്ല, അതുകൊണ്ടോ ഇത് ഞാൻ മാറ്റി വെക്കുന്നത്. കീറുകയാണെങ്കിൽ എടുക്കാമല്ലോ. ഓക്കെ, നമുക്ക് എല്ലാം കൊണ്ട് തിരിച്ചിടാം. നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചിടാം. ഞാൻ എപ്പോഴും 2 സാധാരണ പാക്കറ്റിൽ നിന്ന് വാങ്ങാറില്ല, പ്രാവശ്യം വാങ്ങില്ല. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പെൻ വാങ്ങിച്ചുകൊണ്ട് പാക്കറ്റ് വാങ്ങുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു പാക്കറ്റ് വാങ്ങിച്ചാൽ എനിക്ക് ഒരു ദിവസം ഒരു പിന്നെ അങ്ങനെ വേണ്ടിയാണ്. സ്റ്റുഡൻ്റാണ് ഗൈസ് ഞാൻ. അത് കഴിഞ്ഞിപ്പോൾ എന്താ കാണിക്കാനുള്ള എൻ്റെ കുറച്ച് വൈറ്റ് ബോർഡ് മാർക്കേഴ്സ് ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കാൻ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് വൈറ്റ് ബോർഡ് മാർക്കർ ഓറഞ്ച് കളറുണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇത്രയും കളറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുതെയാണ്. വൈറ്റ് ബോർഡ് മാർക്കറാണത്. കുറേ കളറുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കാലമായി വാങ്ങിച്ചിട്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാലമാണ് തരുന്നത്. അപ്പോൾ അത് അത്രയും തെളിയുന്നില്ല. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളെ ബോട്ടിൽ. ഞാൻ എനിക്ക് തോന്നുന്നു LKGയിൽ നമ്മൾ ഒരു ഉമ്പ് കളിക്കുന്ന സാധനമില്ലേ, ആ ബോട്ടിലും പിന്നെ ബാക്കി എല്ലാത്തിലും ഞാൻ വാങ്ങിച്ചത് സ്റ്റീൽ തന്നെയാണ്. ഞാൻ 4ാം ക്ലാസ് വരെ വാങ്ങിച്ച സ്റ്റീലാണ്. പക്ഷെ ഞാൻ 5ാം ക്ലാസ്സിലെത്തിയപ്പം ഒന്ന് പ്ലാസ്റ്റിക്കിലേക്കൊന്ന് മാറിയാലോ ചിന്തിച്ച് ഞാൻ പ്ലാസ്റ്റിക് വാങ്ങിച്ചു. പക്ഷെ അത് എന്നെ പ്ലാസ്റ്റിക് വാങ്ങുമ്പോൾ 2 ഉപ്പ വാങ്ങിച്ചു. സെറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉണ്ട്, ഇല്ല അതിൽ പോയി നോക്കാം. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം വാങ്ങിച്ചത് ഏത് കളറാണ്? ഒരു പിങ്ക് കളറാണ് എനിക്ക് ആദ്യം. അത് ഞാൻ വെള്ളം വെച്ച് ഉരുക്കിപ്പോയി. മഞ്ഞ കാണിച്ചിട്ടുണ്ട്, മഞ്ഞ കളറും കൂടി ഉണ്ടായിരുന്നു അതിന്. അത് ഉരുകിപ്പോയി. ആദ്യം പിങ്കിൽ വെള്ളം വെച്ചപ്പം ഉരുകിപ്പോയത്. പിന്നെ ഏതാ ഓറഞ്ചാ ബ്ലാക്ക് അങ്ങനെ എന്തായാലും. അപ്പം അതാണ് ലാസ്റ്റ് വരെ കൊണ്ടുപോയിട്ടുള്ളൂ. അത് പകുതിക്കാണ് കേട്ടോ പോയത്, ഉരുകിപ്പോയത്. ബാക്കി പകുതി ഞാൻ ബ്ലാക്കാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഇക്കൊല്ലം ഞാൻ വീണ്ടും സ്റ്റീലിനെ വാങ്ങിച്ചു. ഇത് കോംബോ ഓഫറിൽ 3 മേടിച്ചാണ് എനിക്ക് നിങ്ങൾക്ക് തരാനും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ബാഗ് ഇത് ഞാൻ കഴിഞ്ഞെല്ലാം കൊണ്ടുപോയ ബാഗ് തന്നെയാണ്. കാരണം വെച്ചാൽ എൻ്റെ ബാഗ് ഒന്നും അല്ല കണ്ടത്, കണ്ടാൽ ഒന്നും ഒറ്റ ബാഗ് നല്ല യൂസ്ഫുൾ കുറേ കളിയുള്ള ബാഗാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ.
അപ്പോൾ ഗൈസ് ഞാൻ 2 ക്ലിപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 ക്ലിപ്പം. നമ്മൾ കുറേ ഒന്നും എടുത്തിട്ടുണ്ടായിട്ട് എത്ര എടുത്തിട്ടുള്ളൂ, നമ്മൾ കൂടുതലൊന്നും എടുത്തിട്ടില്ല. എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു ഇതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു വെറുതെ ഉമ്മാനെ മുട്ടിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇടാൻ വെച്ചു. പക്ഷേ ഞാനൊരു വീട്ട് ഉമ്മക്ക് ട്രയൽ കാണിച്ചപ്പോൾ ഉമ്മാറിന് ഇങ്ങോട്ട് തന്നെ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.